മാപ്പിള മലബാർ മശഹൂർ താണിദാർ ചോപ്പേറും ചോര ചിന്തിയ താജുൽ അഖ്ബാർ. മാപ്പിള മലബാർ മശഹൂർ താണിദാർ ചോപ്പേറും ചോര ചിന്തിയ താജുൽ അഖ്ബാർ. മാപ്പിള മലബാർ മശഹൂർ താണിദാർ ചോപ്പേറും ചോര ചിന്തിയ താജുൽ അഖ്ബാർ. തോപ്പുകൾ വിളയാടി തേക്കും സന്താലുമാടി, തോപ്പുകൾ വിളയാടി തേക്കും സന്താലുമാടി, ജാഫാം കറുത്ത മുത്തു തേടി സായിപ്പന്മാരെ, ജാഫാം കറുത്ത മുത്ത് തേടി സായിപ്പന്മാരെ. കപ്പലിൽ കയറി വന്ന് കച്ചവടം കനവിൽ കണ്ട്, കപ്പലിൽ കയറി വന്ന് കച്ചവടം കനവിൽ കണ്ട്, താപ്പിലായി കൊള്ളയടിത്തിട്ടും മുഞ്ച് കുറയാതെ വിളങ്ങിടുന്നു ഈ തറവാട് മാപ്പിള നാട്. ഈ തറവാട് മാപ്പിള നാട്. മാപ്പിള മലബാർ മശഹൂർ താണിദാർ ചോപ്പേറും ചോര ചിന്തിയ താജുൽ അഖ്ബാർ. മാപ്പിള മലബാർ മശഹൂർ താണിദാർ ചോപ്പേറും ചോര ചിന്തിയ താജുൽ അഖ്ബാർ. ചോപ്പേറും ചോര ചിന്തിയ താജുൽ അഖ്ബാർ. ഈ തറവാട് മാപ്പിള നാട്. ഈ തറവാട് മാപ്പിള നാട്. ഈ തറവാട് മാപ്പിള നാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. അധിനിവേശം, പോരാട്ടങ്ങൾ, പ്രതിരോധങ്ങൾ, അതിജീവനം തുടങ്ങിയ പ്രതീകങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട അവിസ്മരണീയ 5 നൂറ്റാണ്ടുകളുടേതാണ് മലബാറിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം. ദേശീയ ചരിത്രത്തിൽ തന്നെ ഐതിഹാസികമായ ഉദാത്തമായ ഒരു ഇടം മലബാർ ചരിത്രത്തിനുണ്ട് എന്ന് നമുക്കറിയാം. 1498 വാസ്കോഡി ഗാമ കാപ്പാട് കപ്പലിറങ്ങിയത് മുതൽ 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഉപേക്ഷിച്ച് സ്വരാജ്യത്തേക്ക് മടങ്ങുന്നത് വരെ നിഷ്കാമകർമ്മികളായി അവിശ്രമം സാമ്രാജ്യത്വത്തിനെതിരെ പോരാടാൻ മാപ്പിളമാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും സാമ്രാജ്യത്വത്തോട് സന്ധി പാലിക്കാൻ അവർ തയ്യാറായില്ല. ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച രൂപത്തിലുള്ള പോരാട്ടങ്ങളായിരുന്നു ഈ 5 നൂറ്റാണ്ടുകാലം മലബാറിൽ അരങ്ങേറിയത്. ആ ചരിത്രത്തിലേക്കുള്ള ഒരു മിഴിതിറക്കുകയാണ് ദേശവിചാരം എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പോരാട്ടപ്പാട്ടിലൂടെ. ദോസ് ഹു ആർ നോട്ട് ലേൺഡ് ഹിസ്റ്ററി ആർ ഡൂംഡ് ടു റിപ്പീറ്റ് ഇറ്റ് എന്നാണല്ലോ എഡ്മണ്ട് ബർക്ക് പറഞ്ഞിട്ടുള്ളത്. ആരാണോ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തത് അവർ ആ ചരിത്രത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ വീണ്ടും അഭിമുഖീകരിക്കും. അതിൻ്റെ ആവർത്തനങ്ങളുടെ അവരുടെ ജീവിതത്തിൽ നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ ബോധം പുതുതലമുറക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മലബാറിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, മലബാറിൻ്റെ പോരാട്ടങ്ങളെക്കുറിച്ച്, മലബാറിൻ്റെ പാരമ്പര്യത്തിലേക്ക് മിഴിതുറക്കുകയാണിവിടെ.
പോരാട്ടത്തിൻ കഥ പറയും മണ്ണിതിൽ ജനിച്ചു വീണവരെ, വീരനായകരുടെ മൊഴികൾ കേട്ടറിഞ്ഞ യുവാക്കളെ. പോരാട്ടത്തിൻ കഥ പറയും മണ്ണിതിൽ ജനിച്ചു വീണവരെ, വീരനായകരുടെ മൊഴികൾ കേട്ടറിഞ്ഞ യുവാക്കളെ. നാടു കട്ടുമുടിക്കാൻ വന്നവർ ക്രൂരരായ പറങ്കികളെ, നാടുണർത്തി നമ്മുടെ പൂർവികർ ആട്ടിയോട്ടിയതെങ്ങനെ. നാടു കട്ടുമുടിക്കാൻ വന്നവർ ക്രൂരരായ പറങ്കികളെ, നാടുണർത്തി നമ്മുടെ പൂർവികർ ആട്ടിയോട്ടിയതെങ്ങനെ. കേട്ടു രസിക്കാനാണോ നമുക്കി പോരാട്ട കഥകൾ, കൂട്ടിമടക്കിയിരിക്കാനാണോ വിപ്ലവ പാഠങ്ങൾ. പോരാട്ടത്തിൻ കഥ പറയും മണ്ണിതിൽ ജനിച്ചു വീണവരെ, വീരനായകരുടെ മൊഴികൾ കേട്ടറിഞ്ഞ യുവാക്കളെ. തുഫകളെഴുതിയ വിപ്ലവമഷികൾ വീണ്ടും നമ്മെ വിളിക്കുന്നു. തഹരീലിന്റെ കനത്താവരികൾ പോരാളികളെ തേടുന്നു. തുഫകളെഴുതിയ വിപ്ലവമഷികൾ വീണ്ടും നമ്മെ വിളിക്കുന്നു. തഹരീലിന്റെ കനത്താവരികൾ പോരാളികളെ തേടുന്നു. മഖ്ദൂമിന്റെ വിളക്കിൽ നിന്നു കൊളുത്തിയ വിപ്ലവ പന്തങ്ങൾ കെടുത്തിടാതെ വിടർത്തി ഉയർത്തുക ഇരുൾ പടർന്നി പഥങ്ങളിൽ. കേട്ടു രസിക്കാനാണോ നമുക്കി പോരാട്ട കഥകൾ, കൂട്ടിമടക്കിയിരിക്കാനാണോ വിപ്ലവ പാഠങ്ങൾ. പോരാട്ടത്തിൻ കഥ പറയും മണ്ണിതിൽ ജനിച്ചു വീണവരെ, വീരനായകരുടെ മൊഴികൾ കേട്ടറിഞ്ഞ യുവാക്കളെ. കറുത്തവൻ വെള്ളക്കാരനു നികുതി നിഷേധിച്ചടരാടി, പിറന്ന മണ്ണി രക്ഷയ്ക്കായി ധീരതയാലെ ഉമർ ഖാദി. ഉള്ളുകറുത്തവൻ വെള്ളക്കാരനു നികുതി നിഷേധിച്ചടരാടി, പിറന്ന മണ്ണി രക്ഷയ്ക്കായി ധീരതയാലെ ഉമർ ഖാദി. നേടിയ സ്വാതന്ത്ര്യങ്ങൾ അടിയറ വയ്ക്കും കറുത്ത കാലമിതിൽ, കരുത്തു നേടി ഉറക്കെ ഉയർത്തുക പുതിയ നിഷേധങ്ങൾ. കേട്ടു രസിക്കാനാണോ നമുക്കി പോരാട്ട കഥകൾ, കൂട്ടിമടക്കിയിരിക്കാനാണോ വിപ്ലവ പാഠങ്ങൾ. പോരാട്ടത്തിൻ കഥ പറയും മണ്ണിതിൽ ജനിച്ചു വീണവരെ, വീരനായകരുടെ മൊഴികൾ കേട്ടറിഞ്ഞ യുവാക്കളെ. പോരാട്ടത്തിൻ കഥ പറയും മണ്ണിതിൽ ജനിച്ചു വീണവരെ, വീരനായകരുടെ മൊഴികൾ കേട്ടറിഞ്ഞ യുവാക്കളെ. നാടു കട്ടുമുടിക്കാൻ വന്നവർ ക്രൂരരായ പറങ്കികളെ, നാടുണർത്തി നമ്മുടെ പൂർവികർ ആട്ടിയോട്ടിയതെങ്ങനെ. കേട്ടു രസിക്കാനാണോ നമുക്കി പോരാട്ട കഥകൾ, കൂട്ടിമടക്കിയിരിക്കാനാണോ വിപ്ലവ പാഠങ്ങൾ. കേട്ടു രസിക്കാനാണോ നമുക്കി പോരാട്ട കഥകൾ, കൂട്ടിമടക്കിയിരിക്കാനാണോ വിപ്ലവ പാഠങ്ങൾ. ക്രിസ്താബ്ദം 1498 പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നും വാസ്കോഡി ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തെത്തുന്നത്. അക്കാലം വരെയുണ്ടായിരുന്ന
വൈദേശിക വ്യാപാര വിനിമയ ബന്ധങ്ങളെ ധാർഷ്ട്യത്തിൻ്റെ ഭാഷ കൊണ്ട് തിരുത്തി എഴുതാനായിരുന്നു ഗാമയുടെ ശ്രമം. അതിനു മുമ്പ് ഗ്രീക്കുകാരും യവനന്മാരും അറബികളും ചൈനക്കാരുമെല്ലാം മലബാറിൻ്റെ തീരത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അവരെയെല്ലാം മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ട് കച്ചവടത്തിൻ്റെ കുത്തകാധികാരം തങ്ങൾക്ക് വേണമെന്ന് ഗാമ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ ചെന്ന് ആജ്ഞാപിച്ചു. പക്ഷേ ആ ഒരു ആജ്ഞാപനത്തെ ഒരിക്കലും സാമൂതിരി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, മുസ്ലിങ്ങളെ സംരക്ഷിക്കുമെന്ന് സാമൂതിരി ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയും ചെയ്തു. നിൽക്കക്കള്ളിയില്ലാതെ ഗാമ അറേബ്യൻ ഉൾക്കടലിൽ, അറബിക്കടലിൽ ശക്തമായ ക്രൂരതകൾ, പൈശാചികതകൾ ആരംഭിക്കുകയാണ്. ഒരിക്കൽ മക്കത്ത് നിന്ന് ഹജ്ജ് കഴിഞ്ഞു വരുന്ന കപ്പൽ, ആ കപ്പലിൽ 400 യാത്രക്കാരുണ്ട്. അവർ കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തുന്ന നേരത്ത് ഗാമയും കൂട്ടരും അവരെ പിടികൂടുകയും അവരെ ചുട്ടുകൊല്ലാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ആ കപ്പലിലുള്ള ആളുകളെല്ലാം കേണപേക്ഷിച്ചിട്ടും ഗാമയുടെ മനസ്സലിഞ്ഞില്ല. അദ്ദേഹം ഒടുവിൽ എല്ലാ സമ്പത്തുക്കളും ആ കപ്പലിൽ നിന്ന് കവർന്നെടുത്ത് കപ്പലിന് തീ കൊടുക്കുകയാണ്. ആ കടലിൻ്റെ നടുവിൽ വെച്ച് 400 പേർ വെന്തുരുകി രക്തസാക്ഷികളാവുകയാണ്. ഇത്തരം ക്രൂരതകൾ അരങ്ങേറുകയും മലബാറിലെ തീരപ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. മിസ്കാൽ പള്ളിയും പൊന്നാണി പള്ളിയുമെല്ലാം അവർ തീവച്ചു. എന്ന് മാത്രമല്ല, കഴിയാവുന്ന എല്ലാ ക്രൂരതകളും കരപ്രദേശങ്ങളിലും അവർ നിർവഹിക്കുകയുണ്ടായി. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും ബലാത്കാരം ചെയ്യുകയും മാനഹാനി വരുത്തുകയും ചെയ്തു. കച്ചവട സ്ഥാപനങ്ങൾക്ക് തീ കൊടുത്തു. അതിലേറ്റവും പ്രധാനവും ഇന്നും വിശ്രുതവുമാണ് ബഹുമാനപ്പെട്ട കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. പറങ്കിപ്പടയോടേറ്റുമുട്ടി അറബിക്കടൽ മേലെ പതിതയായൊരു പെൺകിടാവിൻ മാനം കാത്ത നൂറേ, വെളിയങ്കോട്ടെ ഊരിൽ നാനാ തിന്ന വീട്ടിലെ പൂവേ, വിളങ്ങിടും സൽനാമം ശുഹദ കുഞ്ഞിമാരക്കാരേ, പറങ്കിപ്പടയോടേറ്റുമുട്ടി അറബിക്കടൽ മേലെ പതിതയായൊരു പെൺകിടാവിൻ മാനം കാത്ത നൂറേ, വെളിയങ്കോട്ടെ ഊരിൽ നാനാ തിന്ന വീട്ടിലെ പൂവേ, വിളങ്ങിടും സൽനാമം ശുഹദ കുഞ്ഞിമാരക്കാരേ. സ്വന്തം മണിയറ വിട്ട് റബ്ബി സ്വർഗമണിയറ പുൽകാൻ, സ്വന്തം നിക്കാഹിൻ്റെ പന്തലൊഴിച്ച് പോന്ന പൂമാൻ, ഉമ്മയോടനുവാദം വാങ്ങി പോയി ബഹറിലേക്കായി, ഉശിരി തിങ്ങും മാൻ്റെ തേജസ് കാണാ, പറങ്കിപ്പടയോടേറ്റുമുട്ടി അറബിക്കടൽ മേലെ പതിതയായൊരു പെൺകിടാവിൻ മാനം കാത്ത നൂറേ. പറങ്കിപ്പകയർ പിടിച്ചുകൊണ്ട് പോയൊരു പെണ്ണിന് രക്ഷയേകാൻ ഉശിരരാം കുഞ്ഞിമരക്കാരെന്ന് കുടിച്ച് കിങ്കരരാടിടുന്ന കപ്പൽ കൊള്ളേ ചെന്നേ, കുലച്ചിടും ഈമാന്റെ ശക്തിയിൽ പോര് തുടങ്ങുന്നേ, വെളിയങ്കോട്ടെ ഊരിൽ നാനാ തിന്ന വീട്ടിലെ പൂവേ, വിളങ്ങിടും സൽനാമം ശുഹദ കുഞ്ഞിമാരക്കാരേ. അബലയായ പെണ്ണിനെ രക്ഷിച്ചെടുത്ത വീരൻ അടർക്കളത്തിൽ പറങ്കികളെ കൊന്നൊടുക്കി
അതിശൂരൻ ഒടുവിൽ പറങ്കി തൻ വെട്ടുമേറ്റ് വീണു കുഞ്ഞി മരക്കാർ ഏഴു തുണ്ടമാക്കി ആ ദേഹത്തെ കോടും ക്രൂര പറങ്കിപ്പടയോടേറ്റുമുട്ടി അറബിക്കടൽ മേലെ പതിതയായൊരു പെൺകിടാവിൻ മാനം കാത്ത നൂറേ വെളിയങ്കോട്ടെ ഊരിൽ നാനാ തിന്ന വീട്ടിലെ പൂവേ വിളങ്ങിടും സൽനാമം ശുഹദ കുഞ്ഞിമാരക്കാരേ. നിഷ്ഠൂരമായ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതകളാണ് ഗാമയും കൂട്ടരും ചെയ്തത്. ഗാമയുടെ പിൻഗാമികളായി വന്ന അൽബുക്കർക്കും ബർബോസയുമെല്ലാം ആ ക്രൂരതകൾ തുടരുന്നതായി നമുക്ക് കാണാം. എന്നാൽ ഇന്ത്യൻ ജനതയെ വിഭജിച്ച് ഭരിക്കാനുള്ള പോർച്ചുഗീസ് തന്ത്രത്തെ പക്വതയോടുകൂടി ഡിപ്ലോമാറ്റിക്കായി നേരിടാൻ അക്കാലത്തെ കേരളത്തിലെ ഭരണാധികാരികൾക്കും മുസ്ലിം പണ്ഡിതന്മാർക്കും സാധിക്കുകയുണ്ടായി. ഒരുമിച്ച് ഒരു മനസ്സായി ഒരു മെയ്യായി അവർ അധിനിവേശത്തിനെതിരെ പോരാടി. 1570 ചാലിയം കോട്ട പിടിച്ചെടുത്തത് സാമൂതിരിയുടെ നായർ പടയാളികളും മുസ്ലിം സൈന്യവുമായിരുന്നു എന്ന് ഫതഹുൽ മുബീനിൽ പരാമർശിക്കുന്നുണ്ട്. ഫതഹുൽ മുബീൻ്റെ പൂർണ്ണനാമം തന്നെ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ രൂഢമൂലമായ ഐക്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമാണ്. ഫതഹുൽ മുബീൻ ലിസാമിരിയില്ലദീ യുഹിബ്ബുൽ മുസ്ലിമീൻ. പ്രത്യക്ഷ വിജയം അത് ഞങ്ങൾ സമർപ്പിക്കുന്നത് മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന സാമൂതിരിക്കാണ് എന്നാണ് ആ ശീർഷകത്തിൻ്റെ സാരാംശം. ഈ രൂപത്തിൽ ക്രിയാത്മകമായി സമൂഹത്തെ ഒന്നിപ്പിച്ചുകൊണ്ട് അധിനിവേശത്തിനെതിരെ പോരാടാനും അധിനിവേശ ശക്തികളുടെ ഹിഡൻ അജണ്ടകളെ നിഷ്പ്രഭമാക്കാനും മലബാറിലെ പോരാളികൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. വളരെ ക്രൂരതകളാണ് അവർ നടപ്പിലാക്കിയത്. ഒരിക്കൽ ചാലിയം കോട്ടയുടെ നിർമ്മാണത്തിനിടെ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ചാലിയത്ത് നിർമ്മിച്ച അതിപുരാതനമായ ഒരു പള്ളിയുടെ ശില അവരെടുത്തു കൊണ്ടുപോയി. ഈ ഒരു ക്രൂരതക്കെതിരെ അനീതിക്കെതിരെ മുസ്ലിങ്ങൾ പോർച്ചുഗീസ് സൈന്യാധിപനോട് ചെന്ന് പരാതി പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം അതിന് ഒരു തന്ത്രമാണ് അദ്ദേഹം തയ്യാറാക്കിയത്. അന്ന് അവിടെ വന്ന് പോർച്ചുഗീസ് പടയാളികൾ ആ കല്ല് പുനഃപ്രതിഷ്ഠിക്കുകയും കുമ്മായം തേച്ച് വൃത്തിയാക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേന്ന് വൻ സംഘം പോർച്ചുഗീസുകാർ തന്നെ അവിടെ എത്തുകയും പള്ളി പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തു. തിരികെ എത്തി മുസ്ലിങ്ങൾ പോർച്ചുഗീസ് സൈന്യാധിപനോട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ രാജാവ് ഞങ്ങൾക്ക് ആ പള്ളി പതിച്ചു നൽകിയിട്ടുണ്ട് എന്ന ധിക്കാരപൂർവമായ മറുപടിയാണ് നൽകിയത്. മാത്രമല്ല പരിസരത്തിലുണ്ടായിരുന്ന ഖബറിസ്ഥാൻ കിളച്ചുമറിച്ച് അതിലെ കല്ലുകൾ ചാലിയം കോട്ടക്ക് ഉപയോഗിക്കുകയുണ്ടായി. കോട്ടയുടെ നിർമ്മാണം അതുകൊണ്ടാണ് അവർ പൂർത്തീകരിച്ചത്. പക്ഷേ ഇതൊന്നും ഇന്ത്യൻ ജനതയെ തളർത്തിയില്ല. മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ മതജാതി വ്യത്യാസ ഭേദമന്യേ അവർ പോരാടി. അങ്ങനെയാണ് ഫതഹുൽ മുബീൻ പ്രത്യക്ഷ വിജയം എന്ന പോരാട്ട ചരിത്രം നമുക്കുണ്ടാകുന്നത്. ഫതഹുൽ മുബീൻ്റെ രചയിതാവ് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഈ പ്രത്യക്ഷ വിജയത്തെ പരാമർശിച്ചുകൊണ്ട് ഫതഹുൽ മുബീനിൽ പറയുന്നത് കാണാം. സാമൂതിരിയെ മുസ്ലിങ്ങളെ കൂടി രാജാവായി വാഴ്ത്തുകയും ഇതര മുസ്ലിം രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾക്ക് സാമൂതിരി മാതൃകയാണെന്നും ഫതഹുൽ മുബീനിൽ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നുണ്ട്. വയഅലമു ലി ഹിമ്മതി സുൽത്താനി അസ്സാമിരി മശ്ഹൂരി ഫിൽ ബുൽദാനി സാഹിബി കാലി കൂത്തിനിൽ മശ്ഹൂരാ ലാ സാല മിൻ ഫളിൽ ഗനിൽ മഅമൂരാ വഹ്വ മുഹിബ്ബു ദീനിനൽ ഇസ്ലാമി
والمسلمين بين ذا الأنام ناصر ديننا ومجرى شرعنا حتى بخطبة على سلطاننا والمسلمون كلهم راعية وإن يكن في أي أرض بلدة. ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ പോർച്ചുഗീസ് അതിക്രമങ്ങൾക്ക് വലിയ വിലയാണ് മുസ്ലിങ്ങൾ നൽകേണ്ടി വന്നത്. ഐശ്വര്യപൂർണമായ അവരുടെ ജീവിതം തടസ്സപ്പെടുകയും ഉൾനാടുകളിലേക്ക് അവർക്ക് പിൻവാങ്ങേണ്ടി വരികയും ചെയ്തു. കേരളത്തിൽ ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് അത് കാരണമായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ത്യാഗത്തിൻ്റേതായിരുന്നു, പ്രതിസന്ധികളുടേതായിരുന്നു ആ കഥകൾ. ധൈര്യത്തോടുകൂടി സ്ഥൈര്യത്തോടുകൂടി അത് അഭിമുഖീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉൾനാടുകളിൽ ജന്മി വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും അതിനെതിരെയുള്ള പോരാട്ടങ്ങളാൽ മുഖരിതമായിരുന്നു മാപ്പിളമാരുടെ ജീവിതം. ആ ഒരു കാലഘട്ടത്തിലാണ് 1600കളിൽ സ്ഥാപിതമായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൻ്റെ ഭരണം പിടിച്ചടക്കുന്നത്. താങ്ങാനാവാത്ത നികുതിയായിരുന്നു അവർ അന്ന് മാപ്പിളമാർക്കും മറ്റുമൊക്കെ ചുമത്തിയിരുന്നത്. പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്, റയൽവാരി സെറ്റിൽമെൻറ്റ്, മഹൽവാരി സെറ്റിൽമെൻറ്റ് തുടങ്ങിയ വിവിധ ഇനം ചൂഷണാത്മക നികുതി സംവിധാനങ്ങൾ അവർ ഏർപ്പെടുത്തുകയും അധ്വാനിച്ച് ലഭിക്കുന്നതിനും അപ്പുറം നികുതി അവർ ജനങ്ങളിൽ നിന്ന് പിരിക്കുകയും ചെയ്തു. അക്കാലഘട്ടങ്ങളിലാണ് പ്രാദേശികമായ കലാപങ്ങൾ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ നടക്കുന്നത്. മമ്പ്രന്തങ്ങളും ഉമർ ഖാദിയുമെല്ലാം ആ രംഗത്ത് ശക്തമായ പ്രതിനിധാനങ്ങളായി മാറുകയുണ്ടായി. ചെറൂർ പടയും മുട്ടിയാറ കലാപവും മറ്റുമൊക്കെ നടക്കുന്നത് അക്കാലങ്ങളിലാണ്. സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഒരുപോലെ ആ പോരാട്ടത്തിൽ പങ്കാളികളായി. അവയിലേറ്റവും പ്രശസ്തവും നമ്മെ ഇന്നും പ്രചോദിപ്പിക്കുന്നതുമാണ് മമ്പുറം ബീവിയുടെ ചരിത്രം. 1855 ആഗസ്റ്റ് 24 മമ്പുറം തങ്ങളെ നാട് കടത്തിയതിൻ്റെ പേരിൽ അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി കോഴിക്കോട് ജയിൽ ചാടി മമ്പുറത്തെത്തിയ പോരാളികൾക്ക് സ്വീകരണം നൽകിയതിൻ്റെ പേരിൽ മമ്പുറം ബീവി ക്രൂശിക്കപ്പെടുകയുണ്ടായി. ഗർഭിണിയായിരുന്നിട്ട് പോലും നിരന്തരമായ ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും അവർ പതറിയില്ല. ധൈര്യത്തോടുകൂടി ഒറ്റുകൊടുക്കാനോ മറ്റോ അവർ സന്നദ്ധരായില്ല എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉച്ചൈസ്തരം ധീരതയോടുകൂടി മറുപടി പറയാൻ അവർ തയ്യാറാവുകയും ചെയ്തു. നെല്ലൂർ ജയിലിലേക്ക് അയക്കുകയും അവർ ആ കാലത്താണ് പ്രസവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ധീരോദാത്തമായ ഒരുപാട് ത്യാഗത്തിൻ്റെ കഥകളുടേതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. ഭാരതനാട്ടില് വെള്ളക്കാർ മുടി ചൂടി ഭരിച്ചല്ലോ, അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ പലരും മൃത്യു വരിച്ചല്ലോ. ഗാന്ധിജിയും അലി സോദരരും കൈകോർത്തു പിടിച്ചല്ലോ, ഇന്ത്യൻ മണ്ണിൽ സ്വാതന്ത്ര്യ കൊടി നാട്ടാൻ ഒത്തു ശ്രമിത്തല്ലോ. ഭാരതനാട്ടില് വെള്ളക്കാർ മുടി ചൂടി ഭരിച്ചല്ലോ, അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ പലരും മൃത്യു വരിച്ചല്ലോ. നാട്ടിൽ പല പല ദിക്കുകളിൽ സ്വാതന്ത്ര്യത്തിനലയൊലി പൊങ്ങി, കൂട്ടുപിടിച്ചവർ കുത്തക ഭരണം മട്ടിമറിക്കാനായി നീങ്ങി. നാടൻ തോക്കും വാരി കുന്തവുമായി മലബാറിൽ പടതിങ്ങി, ഭാര്യൻ കുന്നൻ ഹാജി വെള്ളയെ വെല്ലുവിളിച്ചല്ലോ. ആലി മുസ്ലിയാരും അനുയായികളൊത്ത് നെഞ്ചു വിരിച്ചല്ലോ. ഭാരതനാട്ടില്
നാട്ടില് വെള്ളക്കാർ മുടി ചൂടി ഭരിച്ചല്ലോ. അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ പലരും മൃത്യു വരിച്ചല്ലോ. കള്ളക്കേസ് ചുമത്തി അന്തമാനിലെ നാട് കടത്തുന്നു. കാലിൽ സൂചി കയറ്റിയും താടി പറിച്ചും തീക്കളി തുടരുന്നു. കാലികളെപ്പോൾ വാഗണിലാളെ തിരുകിയവർ കൊല ചെയ്യുന്നു. എത്ര ധീര സഖാക്കള് വേദന തിന്ന് പുളഞ്ഞല്ലോ. ഭാരത നാടിനെ മോചിപ്പിക്കാൻ പലരും വീണു മരിച്ചല്ലോ. ഭാരത നാട്ടിലെ വെള്ളക്കാർ മുടി ചൂടി ഭരിച്ചല്ലോ. അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ പലരും മൃത്യു വരിച്ചല്ലോ. ഗാന്ധിജിയും അലി സോദരരും കൈകോർത്തു പിടിച്ചല്ലോ. ഇന്ത്യൻ മണ്ണിൽ സ്വാതന്ത്ര്യ കൊടി നാട്ടാൻ ഒത്തു ശ്രമിച്ചല്ലോ. ഭാരത നാട്ടിലെ വെള്ളക്കാർ മുടി ചൂടി ഭരിച്ചല്ലോ. അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ പലരും മൃത്യു വരിച്ചല്ലോ. 1857 ക്യൂൻസ് പ്രൊക്ലമേഷന് ശേഷമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇംഗ്ലീഷ് ഗവൺമെൻറ് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നത്. അതിനു മുമ്പ് കച്ചവടത്തിന് വന്ന കൊള്ളക്കാരുടെ സംഘമായിരുന്നു ഇന്ത്യ ഭരിച്ചത്. എന്നാൽ 1857 ശേഷം ബ്രിട്ടീഷ് സർക്കാർ ഔദ്യോഗികമായി തന്നെ ആ അധികാരം ഏറ്റെടുക്കുന്നതാണ് നാം കാണുന്നത്. പക്ഷേ കൊള്ളഭരണത്തിൽ നിന്ന് ഒട്ടും വ്യതിരിക്തമായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ ഭരണവും. നിരന്തരമായ ചൂഷണങ്ങളും ക്രൂരതകളും കുടിയൊഴിപ്പിക്കലുകളും ഇന്ത്യൻ ജനതയെ പ്രകോപിതരാക്കി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവും അതിൻ്റെ തുടർന്നുള്ള പതിറ്റാണ്ടുകളിൽ മലബാറിൽ നടന്ന പോരാട്ടങ്ങളുമെല്ലാം അതിന് തെളിവാണ്. വില്യം ലോഗൻ ഈ കാര്യത്തെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ചൂഷണാത്മകമായ ടാക്സ് സിസ്റ്റമാണ് മാപ്പിളമാരെ പോർമുഖത്തേക്ക് നയിക്കുന്നത് എന്നും അതിൽ ലഘൂകരണം വരുത്തിയാൽ ഒരിക്കലും അവർ പോരാട്ട രംഗത്തുണ്ടാവുകയില്ല എന്നും അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ലോഗൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് ചില പരിഷ്കാരങ്ങളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നതോടുകൂടി കലാപങ്ങൾക്ക് അറുതിയുണ്ടായി. എന്നാൽ തുടർന്നും ചില ഉദ്യോഗസ്ഥന്മാർ അക്രമ പരമ്പരകൾ തുടർന്നതോടുകൂടി മലബാറിലെ മക്കൾ പോരാട്ട രംഗത്തേക്ക് വീണ്ടും ഇറങ്ങി. പക്വതയോടുകൂടിയും ദൈക്ഷണികവുമായിരുന്നു അവരുടെ പോരാട്ടമുഖങ്ങൾ. ഹിന്ദുവും മുസ്ലിമും കരം ചേർത്തു പിടിച്ച് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടുകയുണ്ടായി. ആലി മുസ്ലിയാരും വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടും MP നാരായണ മേനോനുമെല്ലാം ചരിത്രത്തിൽ കടന്നു വരുന്നത് അങ്ങനെയാണ്. 921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേട്ടിയെ. കൊള്ളയും കൊലയും പലതന്നു മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ. 921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേട്ടിയെ. കൊള്ളയും കൊലയും പലതന്നു മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ. അലയൊലി ബ്രിട്ടന്റെ ഭരണത്തെ കുലുക്കി. അലി സഹോദരന്മാരെ ഗാന്ധിജി എന്നിറക്കി. മലബാറിൽ ഖിലാഫത്തും സ്വരാജ്യമായി കൊടുക്കി. ആലി മുസ്ലിയാർ മതപ്രസംഗവും നടത്തി. ഒത്തൊരുമിത്തവരന്ന് കൊടുത്തില്ല. നിഗൂതികൾ ഉദ്യോഗസ്ഥന്മാർക്ക് രസിച്ചില്ല. ഉടനടി തോതു നോക്കി പോലീസ് ഒത്തു. തോന മാപ്പിളമാരോട് തീർത്ത് തോറ്റു പോലീസ് ഓടിയൊളിത്ത്. തോക്ക് മാപ്പിള തോളിലെടുത്ത്. 921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേട്ടിയെ. കൊള്ളയും കൊലയും പലതന്നു മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ. 921
മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേട്ടിയെ കൊള്ളയും കൊലയും പലതന്നു മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും നിർണായകമായ താളുകളാണ് 1921 ഒന്നായി ഒരുമിച്ച് ഇന്ത്യൻ ജനത, മലബാറിലെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ അവർക്ക് ഈ പ്രദേശം വിട്ടോടേണ്ടി വന്നു. 6 മാസത്തോളം കാലം സ്വതന്ത്രമായ ഒരു ഭരണം രാജ്യത്ത് ആദ്യമായി നിലവിൽ വന്നു. ഒരു വേള മലബാറിലെ ജനങ്ങൾക്ക് തദ്ദേശീയമായ ഭരണം വിട്ടുകൊടുത്താലോ എന്നുവരെ ബ്രിട്ടീഷുകാർ ആലോചിച്ചതായി ചരിത്രരേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. ചതിയിലൂടെ, കുതന്ത്രത്തിലൂടെ മറുമരുന്ന് കണ്ടെത്തിയായിരുന്നു ബ്രിട്ടീഷുകാർ അതിനെതിരെ പ്രതിരോധിച്ചത്. 921 തിരൂരങ്ങാടി പള്ളി ആക്രമണ സമയത്തെക്കുറിച്ച് മുഹമ്മദ് സാഹിബ് തൻ്റെ അനുഭവക്കുറിപ്പുകളിൽ പറയുന്നത് ഇപ്രകാരമാണ്: ബ്രിട്ടീഷുകാർ പള്ളി വളയുകയും പള്ളി വളഞ്ഞതിനെ തുടർന്ന് താനൂര്, കോട്ടക്കൽ, പരപ്പനങ്ങാടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കെല്ലാം അവരുടെ ദൂതന്മാരെ അയക്കുകയാണ്. അഥവാ മലബാറിലെ മദീന എന്നറിയപ്പെടുന്ന തിരുരങ്ങാടിയിലെ പള്ളി ബ്രിട്ടീഷുകാർ പൊളിച്ചിട്ടുണ്ട് എന്ന കിംവദന്തി പരത്തുകയായിരുന്നു ലക്ഷ്യം. പള്ളി വളഞ്ഞ് പ്രത്യേക ചാരന്മാരെ നിയോഗിച്ച് പള്ളി പൊളിച്ചിട്ടുണ്ട് എന്ന കുപ്രചരണം നടത്തി മുസ്ലിങ്ങളെ ഇളക്കി വിടാനായിരുന്നു ശ്രമം. ഇതുപോലെ മുസ്ലിം വേഷമണിഞ്ഞ് ക്ഷേത്രങ്ങളിൽ കയറി അക്രമങ്ങൾ നടത്തിയും ഹിന്ദു വേഷമണിഞ്ഞ് മുസ്ലിം പള്ളികളിൽ, ആരാധനാലയങ്ങളിൽ അതിക്രമം നടത്തിയതിൻ്റെയും ചരിത്രം അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് രൂപത്തിലുള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളും നടത്തുന്നുവോ അവരെല്ലാം എതിർത്ത് തോൽപ്പിക്കുക, നിഷ്ഠൂരമായി കൊലപ്പെടുത്തുക, അറസ്റ്റ് ചെയ്യുക, ആജീവനാന്തം തടവിലിടുക എന്നത് അവരുടെ ഒരു ഹോബിയായിരുന്നു. അക്കൂട്ടത്തിൽ നാം ഏറെ ആവേശത്തോടു കൂടി കാണുന്ന ഒരു ചരിത്രമാണ് വേങ്ങരയിലൂടെ ബ്രിട്ടീഷ് പട്ടാളം മാർച്ച് ചെയ്യുന്ന സമയത്ത് സൈന്യത്തിനെതിരെ ഒരു വെടിവെപ്പുണ്ടായി. ആരാണതെന്ന് നിരന്തരമായി പട്ടാളം അന്വേഷിച്ചെങ്കിലും ആർക്കും ഒന്നും പിടിയും കിട്ടിയില്ല. അവസാനമാണ് ഒരു മൊയ്തീൻ കുട്ടിയാണ് വെടിവെച്ചത് എന്ന അറിവ് അവർക്ക് ലഭിക്കുന്നത്. അതേ തുടർന്ന് ഊരകം മലയിലൂടെ അവർ സഞ്ചരിക്കുകയും വഴിയിൽ കണ്ട ഒരു മൊയ്തീൻ കുട്ടിയെ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അക്കാലഘട്ടങ്ങളിൽ ഒരു പരിവ്രാജകനായി, സൂഫിയായി അലഞ്ഞുതിരിഞ്ഞ നടന്നിരുന്ന വ്യക്തിയായിരുന്നു കടായിക്കൽ മൊയ്തീൻകുട്ടി ഹാജി. അദ്ദേഹം ഒരു കവിയാണ്. തമിഴ്നാട് പുലവർ കുടുംബത്തിൽ നിന്ന് പാരമ്പര്യമേറ്റെടുത്ത് ആ തറവാട്ടിൽ ജനിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഈ വെടിവെച്ച മൊയ്തീൻകുട്ടി എന്ന വിചാരത്തോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും കണ്ണൂർ ജയിലിലടക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരം ക്രൂരതകളോട് പതറാതെ പ്രതികരിക്കാൻ കടായിക്കൽ മൊയ്തീൻകുട്ടി ഹാജിക്ക് സാധിച്ചു. അദ്ദേഹം മഹാന്മാരായ ഔലിയാക്കളെ, ശുഹദാക്കളെ, സ്വാലിഹീങ്ങളെ, അഖ്താബുമാരെ തവസ്സുലാക്കിക്കൊണ്ട് കവിത രചിക്കുകയും പാട്ട് രചിക്കുകയും അത് മുഖേന ജയിലിൽ നിന്ന് മോചിതനാവുകയും ചെയ്യുകയാണ്. എങ്ങനെയാണ് ഒരു ആയുധപരമായ, സായുധ സജ്ജരായ ഒരു സൈന്യത്തെ ആത്മീയത കൊണ്ട് പ്രതിരോധിച്ചത് എന്നതിൻ്റെ മകുടോദാഹരണമാണ് കടായിക്കൽ മൊയ്തീൻകുട്ടി ഹാജിയുടെ പ്രസ്തുത സംഭവം. കുത്തുബുശുഹദാക്കളിലും ബന്ദാർ, ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിശ. കുത്തുബുശുഹദാക്കളിലും ബന്ദാർ, ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിശ. കുത്തുബുശുഹദാക്കളിലും ബന്ദാർ, കുത്തുബുൽ അഖ്താബ എനിക്ക്, കുത്തുബുശുഹദോരെ തണിക്ക്. കുത്തുബീങ്ങളെ കേട്ട മതക്ക് റസൂൽ നബിയെ കബൂലാക്ക്. അതിർപട പൊരുതിടെ മുന്നണി സൂത്രം, ചതുർപ്പുറമിലെ സ്വഹബുകളണി നേത്രം. കുരുട ഭുജകളുടെ പട കൊടുമേട്ടം, അങ്കിങ്കും ലെങ്കും മങ്കും പൊങ്കിങ്കും സംഘ
സംഗൃത പരിമളലങ്കൃതമേ കാണും ജഗത്തിലെ സംഗൃതമേ തോന്നും ജഗപ്പട ഷഹിദുകളപ്പേനും ചിരന്തവർ തമ്പൊട് തമ്പു വിതമ്പരു തമ്പര് തരികിട തകൃതിമി താത്തിമ തോമ അപ്പട പൊരുതിട നിപ്പടു ബദറിലെ ഇക്കഥ ഉരപടി നിക്കുമകരികയിൽ കുത്തുബു ശുഹദാക്കളിലും ബന്ധാ ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിശ കുത്തുബു ശുഹദാക്കളിലും ബന്ധാ ദുനിയാവിലുള്ളൊരവസേ നരകം ജയിലാണ് നഫ്സേ കാണും ഖിലാഫത്തോരി കണ്ണൂരി കാമം വെപ്പും കണ്ണൂരിലെ ജയിലുകളൊക്കെ തെളിച്ചു ഗണിച്ചു വളച്ചു നിറച്ചും കോയമ്പത്തൂർ ഘനമാറ്റം വാടന്മാരെ നീരത്തും കുറ്റം ഇല്ലാതെ ചുമത്തും ആന്തമാൻ ജില്ല കടത്തും 1 മുതൽ 21 കൊല്ലം വീതി കൊടുക്കും വേറെയുമുണ്ട് സമസ്താൻ മദ്രാസ് കന്നവർ മാറ്റും വെടികടി കഠിനപ്പടു കടുപ്പത്താൽ ഉഷ്ണം ബെല്ലാരിക്കെന്നെ മാറ്റിത്തരാതെ റബ്ബെ കാത്ത് രക്ഷിക്കൂ കോനെ പടപൊരുതിടെ മുന്നണി സൂത്രം ചതുർപ്പുറമിലെ സ്വകഭുകളണി നേത്രം കുരുട ഭുജകളുടെ പടകൊടുമേട്ടം അങ്കിങ്കും ലെങ്കും മങ്കും പൊങ്കിങ്കും സംഗൃത പരിമളലങ്കൃതമേ കാണും ജഗത്തിലെ സംഗൃതമേ തോന്നും ജഗപ്പട ഷഹിദുകളപ്പേനും ചിരന്തവർ തമ്പൊട് തമ്പു വിതമ്പരുൾ തമ്പര് തരികിട തകൃതിമി താതിമ തോമൻ അപ്പട പൊരുതിട നിപ്പടു ബദറിലെ ഇക്കഥ ഉരപടി നിക്കമകരികയിൽ കുത്തുബു ശുഹദാക്കളിലും ബന്ധാ ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിശ കുത്തുബു ശുഹദാക്കളിലും ബന്ധാ അല്ലാ കാമല്ലേടുക്കാൻ തടിയും ഒഴിവില്ല എനിക്ക് കുടിലർക്കും കിബറ് പെരുത്ത് നഫ്സുകൾ കാതാബ് പെരുത്ത് ഏടും പോലീസ് പിടിക്കും മജിസ്ട്രേറ്റ് ഇൻസ്പെക്ടർക്കും കളവ് പറഞ്ഞു നടത്തും പട്ടിക ഹാജരതാക്കും അപ്പിച്ചാലിൽ നിന്നും വ്യവഹാരം പൂണ്ടു നടത്താൻ സോത്തേനിക്കൊട്ടും റബ്ബ് തന്നിട്ടില്ലാതനിക്കായി പട പൊരുതിടെ മുന്നണി സൂത്രം ചതുർപ്പുലമിലെ സ്വകഭുകളണി നേത്രം കുരുട ഭുജകളുടെ പടകൊടുമേട്ടം അങ്കിങ്കും ലെങ്കും പൊങ്കും പൊങ്കിങ്കും സംഗൃത പരിമളലങ്കൃതമേ കാണും ജഗത്തിലെ സംഗൃതമേ തോന്നും ജഗപ്പട ഷഹിദുകളപ്പേനും ചിരന്തവർ തമ്പൊട് തമ്പു വിതമ്പരുൾ തമ്പര് തരികിട തകൃതിമി താത്തിമ തോമൻ അപ്പട പൊരുതിട നിപ്പടു ബദറിലെ ഇക്കഥ ഉരപടി നിക്കുമകരികരിൽ കുത്തുബു ശുഹദാക്കളിലും ബന്ധാ ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിശ കുത്തുബു ശുഹദാക്കളിലും ബന്ധാ ബദറിൽ പടവെട്ടി ജയിത്തവർ പോരിശ കുത്തുബു ശുഹദാക്കളിലും ബന്ധാ 1921 മലബാറിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ അധ്യായത്തിൽ വീറുറ്റ മറ്റൊരു ഏടാണ് കോക്കൂർ അബ്ദുള്ള മുസ്ലിയാരുടെ ചരിത്രം. തുർക്കിക്കെതിരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വീകരിച്ച നയനിലപാടുകൾക്കെതിരെ ശക്തമായി രംഗത്ത് വരികയും ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു അദ്ദേഹം. അഭിപ്രായ ഭിന്നതകളെപ്പോലും രാജ്യദ്രോഹ കുറ്റമായി വീക്ഷിച്ച ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ തുറുങ്കിലടക്കുകയുണ്ടായി. അവിടെ വെച്ച് അദ്ദേഹം ആത്മീയമായ ഒരു വഴി സ്വീകരിക്കുകയും ജയിൽ മോചനത്തിന് വേണ്ടി ബദരീങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു കാവ്യം രചിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. മൽജഉൽ മുതവസ്സിലീൻ എന്നായിരുന്നു അതിൻ്റെ ശീർഷകം. തവസ്സുൽ
തേടുന്നവരുടെ അഭയമാണ് ബദരീങ്ങൾ എന്ന മനോഭാവത്തോടു കൂടി അദ്ദേഹം ആ ബദരീയത്ത് രചിക്കുകയും അതിൻ്റെ പ്രതിഫലനമായി ജയിൽ മോചനം സാധ്യമാവുകയും ചെയ്തു എന്ന ചരിത്രം നാം ഏവരും ആവേശത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ്. فك عني وعن كل المسلمين قيود الجبارين بأهل بدر وأريحني والمسلمين وما يواليهم من قال بأهل بدر يا حي يا قيوم يا غياثا المستعيثين أعثنا بأهل بدر. അറിയപ്പെടാത്ത ഇത്തരം ഒരുപാട് അടരുകളാൽ സമ്പന്നമാണ് മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പതറാതെ ഉദാത്തമായ സ്വഭാവ മഹിമകൾ പുലർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും അഖണ്ഡതക്കും അഭിമാനമാകുന്ന രൂപത്തിലുള്ള പോരാട്ട വീഥികൾ അവർ രചിക്കുകയുണ്ടായി. ഇന്ന് ചരിത്രത്തെ വക്രീകരിക്കാനുള്ള അപനിർമ്മിക്കാനുള്ള കുടിലതന്ത്രങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ മതേതരത്വത്തോടു കൂടി തന്നെയാണ് അക്കാലഘട്ടത്തിൽ പോരാട്ടങ്ങൾ നടന്നത് എന്ന് ചരിത്രരേഖകൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1800കളിൽ ഇതര മതസ്ഥരെ ഒരു കാരണവശാലും ആക്രമിക്കരുതെന്ന് പ്രത്യേകം മഹല്ലുകളിലേക്ക് കത്തെഴുതിയ മലപ്പുറത്തെ കുഞ്ഞിത്തങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മലപ്പുറത്തെ കോട്ടക്കുന്നിലേക്ക് ഇരച്ചെത്തിയ സ്വാതന്ത്ര്യ സമര പോരാളികളോട് പാകതയോടുകൂടി പ്രതികരിക്കണം എന്ന് ആഹ്വാനം ചെയ്ത സമസ്തയുടെ പ്രഥമ സാരഥികരിൽ ഒരാളായ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വാക്കുകളും അതിന് തെളിവാണ്. എല്ലാ ഘട്ടങ്ങളിലും തീർത്തും ഉചിതമായ രൂപത്തിലാണ് മാപ്പിള പോരാളികൾ പെരുമാറിയത്. മഞ്ചേരിയിലൂടെ നടന്നു നീങ്ങുന്ന ഒരു ബ്രാഹ്മണ സഹോദരനെ ഒരു പരിക്കും പറ്റാതെ സഹായിച്ചതിൻ്റെ തെളിവ് കെ മാധവൻ നായർ തൻ്റെ മലബാർ കലാപം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ദ ഹിന്ദുവിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി എഴുതിയ കത്തിലും അക്കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും നമുക്ക് മത മൈത്രിയുടെ മകുടോദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഉദാത്തമായ മൂല്യങ്ങളുടെ സംഭവ ബഹുലമായ ചരിത്രഗാഥകളുടേതാണ് മലബാറിലെ പോരാട്ട ചരിത്രം. 1921 തുടർന്ന് ക്രൂരമായ നടപടികൾ ബ്രിട്ടീഷ് സർക്കാർ നടത്തുകയുണ്ടായി. 10,000-ലേറെ ആളുകൾക്കാണ് അന്ന് ജീവഹാനി സംഭവിച്ചത്. 50,000-ലേറെ ആളുകൾ ജയിലിലാവുകയും അത്രത്തോളം തന്നെ ആളുകൾ ഭവനരഹിതരാവുകയും ചെയ്തു. എങ്കിലും നിഷ്ക്രിയരാവാനോ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾക്കെതിരെ നിശബ്ദരാവാനോ മലബാറിലെ ജനങ്ങൾ തയ്യാറായില്ല എന്നതാണ് വാസ്തവം. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് 1921 ശേഷം 1924 99-ലെ പ്രളയം അഥവാ വലിയൊരു പ്രതിസന്ധി, പ്രകൃതി ദുരന്തം അഭിമുഖീകരിക്കുകയുണ്ടായി. വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ് അന്ന് മലബാറിലെ ജനങ്ങൾ ജീവിച്ചത്. ആ പ്രതിസന്ധികളെയെല്ലാം മറികടക്കാനും അവരുടെ അസ്തിത്വം നല്ല അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കുവാനും ഇവിടുത്തെ മാപ്പിളമാർക്ക് സാധിച്ചു, കേരളത്തിലെ ജനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1930കളിൽ സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെന്റ് നടക്കുമ്പോൾ മലബാറിലെ ജനങ്ങൾ അതിൽ പങ്കാളികളായി
നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നാവി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള സമരങ്ങളിലൊക്കെ മലബാറിലെ ജനങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും മാതൃകാപരമായ എന്ന് ഏറ്റവും അനുസ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹം തൂക്കിലേറ്റപ്പെടുന്നതിൻ്റെ തലേനാൾ പിതാവിന് എഴുതിയ ഒരു കത്തുണ്ട്. എൻ്റെ അന്ത്യത്തിൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിതരാവരുത്, ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടരുത്, ഒരിക്കൽ നിങ്ങൾ ഞാൻ എങ്ങനെയാണ് മരണത്തെ ധൈര്യത്തോടുകൂടി അഭിമുഖീകരിച്ചത് എന്നറിയുമ്പോൾ നിങ്ങൾക്ക് വലിയ അഭിമാനമുണ്ടാകും എന്ന് വക്കം അബ്ദുൽ ഖാദർ തൻ്റെ കത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ അഭിമാനത്തിൻ്റെതാണ് മലബാറിലെ പോരാട്ടങ്ങൾ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം, ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം, ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചോരായിരങ്ങൾ ഹൈന്ദവരില്ലേ. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചോരായിരങ്ങൾ ഹൈന്ദവരില്ലേ. ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ. കണ്ണീരു ചാലിട്ടൊടുകിയതും കണ്ടവരില്ലേ, കണ്ടവരില്ലേ. കണ്ണീരു ചാലിട്ടൊടുകിയതും കണ്ടവരില്ലേ, കണ്ടവരില്ലേ. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം, ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. सारे जहां से अच्छा हिंदोस्तां हमारा, सारे जहां से अच्छा हिंदोस्तां हमारा, हमारा सारे जहां से अच्छा हिंदोस्तां हमारा, हमारा सारे जहां से अच्छा. हम बुलबुले हैं इसकी, हम बुलबुले हैं इसकी, ये गुल
सिता हमारा हमारा सारे जहां से अच्छा। हिंदोस्तां हमारा हमारा सारे जहां से अच्छा। पर्वत वो सबसे ऊंचा हम साया आसमां का। पर्वत वो सबसे ऊंचा हम साया आसमां का। वो सुंदरी हमारा वो सुंदरी हमारा वो पासवा हमारा हमारा सारे जहां से अच्छा। हिंदोस्तां हमारा हमारा सारे जहां से अच्छा। मजहब नहीं सिखाता आपस में बैर रखना। मजहब नहीं सिखाता आपस में बैर रखना। हिंदी के गम वतन है। हिंदोस्तां हमारा हमारा सारे जहां से अच्छा। हिंदोस्तां हमारा हमारा सारे जहां से अच्छा। हिंदोस्तां हमारा